നാം ദൈവമുഖം കാണുമ്പോൾ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാ ഓർമ്മകളും മാഞ്ഞു. നമ്മുടെ മനസ്സ് പൂർണ്ണമായും സുഖമുള്ളതായിട്ട് നമ്മൾ സത്യസന്ധമായി നോക്കിയാൽ നമ്മുടെ മനസ്സിനെ അശ്രാന്തമായി ആക്രമിക്കാൻ കഴിയുന്ന ചില മോശം ഓർമ്മകൾ നമുക്കുണ്ടാകാറുണ്ട്. വേദനാജനകമായ ആ ഓർമ്മകൾക്ക് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കാനും അതോടൊപ്പം അനാരോഗ്യകരമായ ചിന്താരീതി നമ്മിൽ സൃഷ്ടിക്കാനും കഴിയും. മറ്റുള്ളവരെ അപേക്ഷിച്ച് ചിലർക്ക് ആ മുറിവുകൾ വളരെ മോശമായ രീതിയിൽ പരിണമിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ സജീവമായ ഓർമ്മകളുമായി മല്ലിടുന്നവർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ തകർച്ചകളെ പണിയുകയും നമ്മെ പുതിയതും മനോഹരമാക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്നേഹനിധിയായ രക്ഷകനിൽ നമുക്ക് വിശ്വസിക്കാൻ സുഖപ്പെടുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകൻ നമുക്കുണ്ട്. എന്നാൽ നാം നമ്മുടെ മുറിവുകൾ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും നമ്മെ സുഖപ്പെടുത്താനും നമ്മുടെ മുറിവുകൾ നന്നാക്കാനും ദൈവത്തെ അനുവദിക്കണം. ദൈവസന്നിധിയിൽ തുറന്നു പറയുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ദൈവത്തെ സംശയിക്കും. നമ്മുടെ ജീവിതത്തിലെ അന്തരംഗത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും അവിടുന്ന് വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നാം പലപ്പോഴും മറന്നുപോകും. അവിടുത്തെ ആ സ്നേഹവും ആശ്വാസവും നിങ്ങളിൽ വർഷിക്കാൻ ആ ദൈവത്തെ നിങ്ങൾ അനുവദിക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ഭൂതകാലത്തിലല്ല. നിങ്ങൾ ഒരിക്കലും ആ പഴയ ഓർമ്മയിലെ ആളല്ല. നിങ്ങൾ ആരാണെന്ന് ദൈവം പറയുന്നുവോ അതാണ് നിങ്ങൾ. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ക്രിസ്തുവിനോട് ചേർന്നുള്ളതാണെന്ന് ഓർക്കുക. അത് നിങ്ങളെ തന്നെ നിരന്തരം ഓർമ്മിപ്പിക്കുക. ആ ശക്തമായ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഭൂതകാലത്തിലെ ആഘാതകരമായ ഓർമ്മകളാണ് ഇന്നത്തെ തന്നെ മഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിലാണ് ദൈവം അതതിന്റെ സമയത്ത് ഓരോന്നായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവവുമായി നല്ല ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാനും നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തെ അനുവദിക്കുക. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിനം ആശംസിക്കുന്നു.